ഹലോ കൂട്ടുകാരെ, 12-12 പോർട്ടൽ നാളെയാണ്. ഈ ഒരു പോർട്ടലിൻ്റെ കോസ്മിക് എനർജീസിലുള്ള ഒരു വ്യത്യാസം നമ്മൾക്ക് ഡിസംബർ 7th തൊട്ട് ഫീലാവാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കളക്റ്റീവായിട്ടുള്ള ഒരു എനർജി അപ്ഡേറ്റ് ആണ്. അപ്പോൾ നമ്പർ 12 എന്ന് പറയുന്നത് ഒരു കംപ്ലീഷൻ്റെ നമ്പറാണ്. അതായത് 12-12 എന്ന് പറയുന്നത് ഒരു കംപ്ലീഷൻ്റെ നമ്പറാണ്. ഫോർ എക്സാമ്പിൾ 12 മന്ത്സ് നമ്മുടെ ക്ലോക്കിൽ നോക്കിയാൽ 12 മണിക്കൂറിൻ്റെ അനുസരിച്ചാണ്. അതായത് പിന്നെയും അങ്ങോട്ട് സൈക്കിൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അടുത്ത പാറ്റേൺ ഉണ്ടെങ്കിലും ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്ന ഒരു സമയം, അതാണ് ഈ 12 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിലെ മേജർ പാറ്റേൺസ് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ത്രൂ ആവാൻ പോകുന്ന ഒരു സമയമാണിത്. സ്പെഷ്യലി ഈ ഒരു 2024ൻ്റെ ഈ ഒരു പോർട്ടൽ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, അതായത് പ്രത്യേകിച്ച് ട്വിൻ ഫ്ലെയിം കമ്മ്യൂണിറ്റിക്ക് സ്പിരിച്വൽ അവേക്കനിങ്ങിലുള്ളവർക്കും എന്താണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊരു കളക്റ്റീവായിട്ടുള്ള എനർജി ചാനലിംഗ് ആണ്. ഏത് റെസൊനേറ്റ് ആവുന്നോ അത് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു പക്ഷേ ഡിവൈൻ ഫെമിനൈൻ എനർജി, കളക്റ്റീവായിട്ട് ഡിവൈൻ ഫെമിനൈൻ എനർജിയുടെ എനർജി അപ്ഡേറ്റ് ആണ്. ഡിവൈൻ ഫെമിനൈൻ എനർജി ഒരു മസ്കുലൈൻ എനർജിയിലാണ് ഈ ഇടയ്ക്കായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ, കാരണം 11-11 പോർട്ടൽ കഴിഞ്ഞപ്പോൾ തൊട്ട് കുറച്ച് മാനിഫെസ്റ്റേഷൻസ് ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പഠിച്ചു. ഫെമിനൈൻ എനർജി അല്ലെങ്കിൽ അതിലേക്ക് വന്നു. അങ്ങനെ ആ ഒരു ലോജിക്കൽ മൈൻഡ് സെറ്റിലേക്ക് വന്ന ഉടനെ ഇവിടെ പിന്നെയും ബാലൻസ് മിസ്സായിട്ട് ഒരു മസ്കുലൈൻ എനർജിയിലേക്ക്, അതായത് എൻറ്റയർലി ലോജിക്കൽ തിങ്സിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു ഇന്നർ വർക്കിലൊന്നും കൂടുതലായിട്ട് സമയം കൊടുക്കാൻ പറ്റാതെ, സെൽഫ് ലവിലൊന്നും ഇരിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു ഫെമിനൈൻ എനർജി ആണെങ്കിൽ പെട്ടെന്ന് അവർക്ക് ലോൺലിനെസ് തോന്നാം, മിസ്സിങ് എനർജി തോന്നാം, അവർക്ക് ആരെങ്കിലും ഒരു സപ്പോർട്ട് സിസ്റ്റം വേണം അവരുടെ ലൈഫിൽ എന്നൊക്കെ ഒരു തോന്നൽ വരാം. അതായത് ഇവിടെ പിന്നെ ആ ഒരു ഫെമിനൈൻ എനർജിയിലുള്ള അൺഹീൽഡ് വേർഷൻ അവരുടെ സർഫേസിൽ വരുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെയും സർഫേസിൽ വരുന്നത്. അപ്പോൾ ഇതിനെയൊക്കെയും പിന്നെയും ഹീൽ ചെയ്തിട്ട് പിന്നെയും ബാലൻസ് ചെയ്യുക. അതായത് ഇതിനെ ഹീൽ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ആ ഒരു ലോജിക്കൽ മൈൻഡ് സെറ്റോട് കൂടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോൾസ് കാണും, അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കുറച്ച് ഗോൾസ് കാണും. അതിനെ ലെറ്റ് ഗോ ചെയ്യാതെ അതിൻ്റെ കൂടെ തന്നെ ഫെമിനൈൻ എനർജി ചെയ്യേണ്ട സെൽഫ് ലവും സ്പിരിച്വൽ പ്രാക്ടീസും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഇങ്ങനെ ഫീലാവുന്ന ഫെമിനൈൻ എനർജീസിനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് കാർമിക്സിൻ്റെ ഇടയിലൊക്കെ നിന്ന് ഇന്നർ വർക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും കൺസിസ്റ്റൻസി ഇല്ല, അല്ലെങ്കിൽ ഇന്നർ വർക്ക് ചെയ്യാതെ മാറ്റി വെക്കുന്നു. ബേസിക്കായിട്ട് ഒരു കംഫർട്ട് സോണിൽ ഇനിഷ്യൽ സ്റ്റേജിലിരിക്കുന്ന DF എനർജി ആണെങ്കിൽ, അതായത് ഈ ജേണിയിലാണെന്നറിയാം, ഒരു ഡൗട്ടിൻ്റെ ഒക്കെ എനർജിയിലാണ് എങ്കിലും ഈ ജേണിയിലാണെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും അറിഞ്ഞിട്ടും എൻ്റെ സാഹചര്യങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു കംഫർട്ട് സോണിലിരിക്കുന്ന ഫെമിനൈൻ എനർജീസിന് അവരുടെ കാർമിക്സിൽ നിന്നും തന്നെ നല്ല ട്രിഗേഴ്സ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതായത് ഈ ഒരു ഫെമിനൈൻ എനർജി എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ഡിവൈനായിട്ട് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഒരു പാത്തിലൊരു ബ്ലോക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, അത് മേ ബി ഫാമിലി ഉള്ളത് കൊണ്ടാണെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയിലുള്ള ആരെങ്കിലും അവർ ചെയ്യുന്ന ഇന്നർ വർക്കിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ ആ ഒരു തീരുമാനങ്ങൾക്ക് കൂടുതലായിട്ട് ഒരു പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് നമ്മുടെ പാത്തിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ ആളിൽ നിന്നും തന്നെ, അതേ ഫാമിലിയിൽ നിന്നും തന്നെ നിങ്ങൾക്ക് ട്രിഗേഴ്സ് കിട്ടുകയും പിന്നെയും അവിടെ ഒരു റിയലൈസേഷൻ കൊണ്ടുവരാനായിട്ട് ഡിവൈൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് DF ബാലൻസ് വരെയൊക്കെ വന്നിരിക്കുന്ന ഫെമിനൈൻ എനർജീസ്, അവരുടെ സോൾ പർപ്പസ് വരെയൊക്കെ ജസ്റ്റ് അറിയാം, എന്നാൽ അവിടെ വരെയൊന്നും അതായത് കുറച്ചൊക്കെ ഒന്ന് ചെയ്തുകൊണ്ടൊക്കെ വരുന്നു, പക്ഷേ അവിടെ സോൾ പർപ്പസിലൊന്നും കൺസിസ്റ്റൻസി കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത ഫെമിനൈൻ എനർജീസ് അവരുടെ ഹിഡൻ
ഇഷ്യൂസ് ട്രിഗർ ചെയ്യപ്പെടുന്നതായിരിക്കും ഈ ഒരു സമയത്ത്. കാരണം ഇവിടെ ഒരു ക്ലെൻസിങ്, ഒരു ഇന്നർ ക്ലെൻസിങ് ഡിവൈനായിട്ട് ഈ ഒരു DFസിൽ നടത്തുന്നു. അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിലേക്ക് ആ ഒരു സോൾ പർപ്പസ് റിവീൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവർ അതിലേക്ക് എത്തണം. എന്നാൽ അതിലേക്ക് എത്താനായിട്ട് അവരിൽ ഉള്ള ബ്ലോക്സിനെ അതിനെ ക്ലെൻസ് ചെയ്യണമെങ്കിൽ അത് ഒരു ഡിവൈൻ ഇൻ്റർവെൻഷനോടെയാണ് അവിടെ ക്ലെൻസിങ് നടക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ കുറച്ചൊന്ന് പെയിൻഫുൾ പ്രോസസ്സ് ആയിരിക്കും. ഇത് 1 പോർട്ടൽ വരെയും കണ്ടിന്യൂ ആവും. ഓക്കെ. അപ്പോൾ ഈ ഒരു പെയിൻഫുൾ പ്രോസസ്സിൽ മേ ബി ഈ ഇത്രയും ഹീലായി കഴിഞ്ഞിട്ട് ഞാൻ ഹീൽഡ് ആണോ എന്നുള്ള ഒരു ഡൗട്ട് വരാം. ഫെമിനൈൻ എനർജീസിന് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് വരാം. കൂടുതലായിട്ട് ലേസിനെസ് വരാം. എപ്പോഴും ഉറങ്ങാൻ തോന്നാം. ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കാൻ തോന്നാം. അതല്ലെങ്കിൽ ഒട്ടുവേ ഭക്ഷണം കഴിക്കാതെ അവോയ്ഡ് ചെയ്യാനായിട്ടൊക്കെ തോന്നാം. ബേസിക്കലി ഒരു ഹാർമിറ്റ് മോഡിലെന്ന് പറയാം. ഒരു റെസ്റ്റ് മോഡിൽ ഇരിക്കാനായിരിക്കും ഈ ഒരു ഫെമിനൈൻ എനർജി ഇപ്പോൾ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആണ് തോന്നുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഗോ വിത്ത് ദ ഫ്ലോ. കാരണം ഈ ഈ ഒരു സമയം എന്ന് പറയുന്നത് ക്ലെൻസിങ്ങിൻ്റെ ആണെന്നും ഹീലിങ്ങിൻ്റെ ആണെന്നും മനസ്സിലാക്കി അവിടെ ആ ഒരു സ്പേസ് എനർജറ്റിക്കലി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തതായിട്ട് DMDF ബാലൻസ് ചെയ്ത് കഴിഞ്ഞ് അവരുടെ ലൈഫിൽ ഗ്രോത്തിനെ അക്സെപ്റ്റ് ചെയ്ത് ഇനിഷ്യൽ ലെവൽ ഓഫ് ഗ്രോത്തിനെ അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഫെമിനൈൻ എനർജീസിനാണെങ്കിൽ അവരൊരു പീസ്ഫുൾ എനർജിയിലായിരിക്കും. ഇന്നർ ഹാപ്പിനെസ്സിൻ്റെ എനർജിയിലായിരിക്കും. അവരുടെ ഉള്ളിലെ ലൈറ്റിനെ തിരിച്ചറിയാൻ അവർ പഠിച്ചു കഴിഞ്ഞു. ആ ഒരു ലൈറ്റിനെ അത് സ്പ്രെഡ് ചെയ്യേണ്ടടുത്ത് സ്പ്രെഡ് ചെയ്യാനായിട്ട്, അതായത് അവരുടെ സോൾ പർപ്പസിലേക്കൊക്കെയും കൂടുതലായിട്ട് ഫോക്കസ് കൊടുത്തുകൊണ്ട് അവരുടെ ഹീലിങ്ങിലും പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഫെമിനൈൻ എനർജി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇൻഫിനിറ്റിയുടെ സിമ്പിൾ, ഓം സിമ്പിൾ, ശിവശക്തിൻ്റെ ഇമേജസ്, രാധാകൃഷ്ണൻ ആ ഒരു പിക്ചേഴ്സ് ഒക്കെയും നിങ്ങൾക്ക് കാണാൻ പറ്റും. മേ ബി ഒരു യൂണിയൻ്റെ സൈൻ അല്ലെങ്കിൽ ഒരു പേരായിട്ടിരിക്കുന്ന ബേർഡ്സ്, ജന്തുക്കളൊക്കെയും നിങ്ങൾക്ക് ഈ ഒരു സമയം വിസിബിലിറ്റി ആയിട്ട് വരാം. പെയർ ഓഫ് ബട്ടർഫ്ലൈസ് ഒക്കെയും. അപ്പോൾ അത് മനസ്സിലാക്കുക. നിങ്ങളുടെ യൂണിയൻ്റെ സൈൻ എന്നതിനേക്കാളും നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഇന്നർ പീസിനെയും നിങ്ങളുടെ ഉള്ളിൽ DMDF അലൈൻ ആവുന്നതിൻ്റെ ആ ഒരു ലക്ഷണവുമാണ് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് എടുത്ത് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അടുത്തതായിട്ട് നന്നായിട്ട് ഹീലായി ടോട്ടലി തങ്ങളുടെ പർപ്പസുകളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഫെമിനൈൻ എനർജീസ്, ഇവർ അവരുടെ അസെൻഷൻ്റെ ഒരു പീക്ക് സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഇവർക്ക് ഒരു ഡിവൈൻ മേർജിങ് അനുഭവപ്പെടാം. ഡിവൈനുമായിട്ട് മേർജ് ആവുന്ന ഒരു അനുഭവം. അതേപോലെ തന്നെ സോൾ മേർജിങ് കണ്ടിന്യൂസ് ആയിട്ട്. കാരണം സോൾ മേർജിങ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഓവർനൈറ്റ് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. എഗെയിൻ അതൊരു പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള സോൾ മേർജിങ് സിങ്ക്രോണിസിറ്റീസ്, അതായത് അതിലൊന്നാണ് തൻ്റെ കൗണ്ടർ പാർട്ടിൻ്റെ പ്രസൻസ് എല്ലായ്പ്പോഴും ചുറ്റും ഫീൽ ആവുന്നത്. അവരുടെ ആ ഒരു മേർജിങ് നമ്മളിലേക്ക് നടക്കുന്നത് എന്നൊക്കെയുള്ള ആ ഒരു തോന്നൽ. ലൂസിഡ് ഡ്രീംസിൽ അവരുടെ DMുമായിട്ട് ആ ഒരു മേർജിങ് നടക്കുന്നതായിട്ട് കാണുക. അതല്ലാതെ അസ്ട്രൽ ട്രാവൽ, ഇത്രയുമാണ് നന്നായിട്ട് ഹീലായി കഴിഞ്ഞ ഡിവൈൻ ഫെമിനൈൻസ്. അതായത് ഇനിയൊരു 3D യൂണിയന് റെഡി ആയിട്ടുള്ള ഒരു ഡിവൈൻ ഫെമിനൈൻസിൻ്റെ ലൈഫിൽ നടക്കുന്ന ഒരു പോർട്ടൽ. ഈ ഒരു പോർട്ടൽ എന്ന് പറഞ്ഞാൽ എഗെയിൻ മാനിഫെസ്റ്റേഷൻ്റെ പോർട്ടലാണ്. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ടൈം പീരീഡിൽ, അതായിരിക്കും എഗെയിൻ നിങ്ങളുടെ അടുത്ത എനർജി ലെവലിലുള്ള റിയാലിറ്റി. അപ്പോൾ ഇനി DFസിൻ്റെ ഒരു കാറ്റഗറി പറഞ്ഞു കഴിഞ്ഞു കളക്റ്റീവായിട്ട്. ഇനി DMസിൻ്റെ എനർജി അപ്ഡേറ്റ് പറയുകയാണ്. നന്നായിട്ട് ഹീലായി കഴിഞ്ഞ DFs, അതായത് സോൾ മേർജിങ് വരെ എത്തി നിൽക്കുന്ന DFസിൻ്റെ DMs, അവർ ഒരു റിയലൈസേഷൻ പ്രോസസ്സിലാണ് എഗെയിൻ ആൻഡ് എഗെയിൻ. ഇവിടെ കർമ്മ ക്ലിയറൻസ്, അതായത് ഇത്ര നാളും എന്തെങ്കിലുമൊക്കെ കാര്യം കൊണ്ട് അവരുടെ ലൈഫിൽ പല കാര്യങ്ങളെയും അവർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളുടെ റിയൽ ഫേസ് അവരുടെ മുമ്പിലേക്ക് വരുന്ന ഒരു സമയം. ആൻഡ് ഒരു ഫൈനലായിട്ട് അവരുടെ ഒരു ചോയ്സ് എന്താണ് അവർ എടുക്കേണ്ടത് അവരുടെ 3D ലൈഫിൽ നിന്ന് ഡിവൈനായിട്ട് ഡിവൈൻ ഇൻ്റർവെൻഷനിലൂടെ കാണിച്ചു കൊടുക്കുന്ന ഒരു സമയം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി ഒന്ന് പെയിൻഫുൾ പ്രോസസ്സാണ് ഡിവൈൻ മാസ്കുലൈൻസിന് ഇവിടെ. കാരണം ഒരു ഡിസിഷൻ മേക്കിംഗ് വരെയൊക്കെ എത്തേണ്ട ഒരു ഫേസ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ ഒരു കാര്യം അവർക്ക് യൂണിവേഴ്സ്, അതായത്
അവരൊരു ഈ ജേർണിയിലാണെന്നും അവർ റിയലൈസ് ചെയ്ത് കഴിഞ്ഞു അവരുടെ കൗണ്ടർ പാർട്ട് ആരാണെന്നും എന്തുകൊണ്ടാണ് ഇത്രയും നാൾ അവർ ഈ ഒരു പ്രോസസ്സിലൂടെ ഈ ഒരു പെയിൻഫുൾ പ്രോസസ്സിലൂടെ കടന്നു പോയതും എന്നൊക്കെ റിയലൈസ് ചെയ്തുകൊണ്ട് ഇതിനെയൊക്കെ സറണ്ടർ ചെയ്യുന്ന ഒരു പ്രോസസ്സിലാണ് ഈ ഒരു ഡിവൈൻ മാസ്കുലൻസ്. DMDF ബാലൻസ് ചെയ്ത് കഴിഞ്ഞ ഫെമിനൈൻ എനർജീസിൻ്റെ കൗണ്ടർ പാർട്സ് വന്നിട്ട് അവരുടെ അവേക്കനിങ് ഒരു സ്റ്റാർട്ടിംഗ് പ്രോസസ്സിലാണ്, അല്ലെങ്കിൽ ഒരു 9/9 പോർട്ടൽ കഴിഞ്ഞ് ഇങ്ങോട്ട് സ്റ്റാർട്ടായി കഴിഞ്ഞിരിക്കണം. സോ സ്റ്റിൽ ഈ ഒരു കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാനും വയ്യ. എന്നാൽ അതായത് ബേസിക്കലി ഒരു ഈഗോ ബേസ്ഡ് എനർജിയിലൊക്കെ നിന്നിട്ട് ആലോചിക്കുകയും ഇവിടെ പലതരത്തിലുള്ള ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾസിലൂടെ കടന്നു പോവുകയും ചെയ്യുകയാണ് ഈ ഒരു DMs. അപ്പോൾ ഇതിൻ്റെ ഒരു എഫക്റ്റ് ഒബ്വിയസ്ലി DFനും പലപ്പോഴും ഇവരുടെയൊക്കെ മിസ്സിങ് എനർജി ഫീൽ ചെയ്യുന്നുണ്ടാവാം. അടുത്തതായിട്ട് DMDF ബാലൻസ് ആവാൻ വന്നിരിക്കുന്ന, അതായത് ഒരു 40-50% ഹീലായ ഒരു ഫെമിനൈൻ എനർജിയുടെ കൗണ്ടർ പാർട്സ് അവർ പലതരത്തിലുള്ള ഗോൾസ് ലൈഫിൽ സെറ്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോഴും അവരുടെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങളിൽ ഒരു ബ്ലോക്സ് വരുമ്പോൾ, പലതരത്തിലുള്ള ബ്ലോക്സ് വരുമ്പോൾ എന്താണ് ലൈഫിൽ നടക്കുന്നതെന്ന് മനസ്സിലാകാതെ അതേപോലെ തന്നെ പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസിലൂടെയും അവർ ഗോ ത്രൂ ആവുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇത്രയും പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ ഒരു മിസ്സിങ് എനർജിയിലൂടെ ഇവർ തങ്ങളുടെ കൗണ്ടർ പാർട്ടിനെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, 3Dയിൽ നിൽക്കുന്ന ആ ഒരു ബോഡിയിലുള്ള നമ്മൾക്ക് കൂടുതലായിട്ട് ഈ ഒരു ഹീൽഡ് എനർജി കൊടുക്കാതെ മിനിമം ലെവൽ കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്തുകൊണ്ട് നമ്മളിലേക്ക് ഫോക്കസ് ചെയ്ത് ഹീലാവാനായിട്ട് ശ്രമിക്കുക. ഓവറോളായിട്ട് എനർജി അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ 3Dയിൽ നിന്നും 4Dയിലേക്ക് അങ്ങനെ ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന DFs ആണെങ്കിൽ അവർ ആ ഒരു 4Dയിൽ ഒന്ന് കാലുറച്ച് നിൽക്കാൻ പറ്റും. അതായത് കൺസിസ്റ്റൻസി ആയിട്ട് ഒരു ഇന്നർ വർക്ക് പ്രോസസ്സിലേക്ക് വന്നാൽ അവർക്ക് ആ 3Dയിൽ നിന്നും 4Dയിൽ നിൽക്കാനും, ഇനി 4D ആൻഡ് 5Dയുടെ ഇടയ്ക്ക്, അതായത് ഇടയ്ക്ക് സോൾ ലെവലിൽ ആലോചിക്കാൻ പറ്റും. പിന്നെ ഞാൻ 3Dയിലാണോ 5Dയിലാണോ എന്ന് മനസ്സിലാകാതെ ഇടയ്ക്ക് ഒരു കാർമിക് പ്രശ്നങ്ങളിലൊക്കെയും അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസിൽ കോ ഡിപ്പെൻഡൻസിയിൽ ഒക്കെ വന്നിട്ട് ആങ്കർ ഇഷ്യൂസൊക്കെയും, അതായത് നെഗറ്റീവ് ഷെയ്ഡ്സ് ഒക്കെയും പിന്നെയും സർഫേസിൽ വന്നുകൊണ്ടിരിക്കുന്ന DFs, പ്രത്യേകിച്ച് ലോൺലിനെസ് ഒക്കെ സർഫേസിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു DF ആണെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്താൽ 5Dയിൽ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റും. ഓക്കെ, ആൻഡ് കളക്റ്റീവായിട്ട് കാർമിക് ക്ലിയറൻസ് നടക്കാത്തവർക്ക് എല്ലാവർക്കും ഈ ഒരു പോർട്ടൽ എന്ന് പറഞ്ഞാൽ ക്ലിയറൻസിൻ്റെയും കൂടെ പോർട്ടലാണ്. അപ്പോൾ ഒബ്വിയസ്ലി കാർമിക്സിൽ നിന്നും ട്രിഗേഴ്സ്, ആ പഠിക്കാത്ത ലെസൺസ് അതെന്തൊക്കെയാണോ പിന്നെയും അവരെടുത്ത് കാണിക്കും. സോ കാർമിക്സിൽ നിന്നും ട്രിഗർ കിട്ടുമ്പോൾ പിന്നെയും ഡൗൺ ആവാതെ, അതായത് ഒരു ലോവർ എനർജിയിലേക്ക് പോയിട്ട് അതിന് റിയാക്റ്റ് ആവാതെ ആ ഒരു സമയത്ത് എന്തുകൊണ്ടാണ് ഈ ട്രിഗേഴ്സ് സെയിം പാറ്റേൺ ആയിട്ട് എൻ്റെ ലൈഫിൽ വരുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ട് ആ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് കളക്റ്റീവായിട്ട് 12/12 പോർട്ടലിൻ്റെ എനർജി അപ്ഡേറ്റ്സ്. റെസനേറ്റ് ആവുകയാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ December 15th തൊട്ട് ആകാശിക് ബുക്ക് റെക്കോർഡ്സിൻ്റെ ക്ലാസ്സസ്, ഫസ്റ്റ് ലെവൽ ക്ലാസ് സ്റ്റാർട്ട് ആവുന്നതാണ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിന്, ആകാശിക് ബുക്ക് റെക്കോർഡ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. Thank you so much. Om Namah Shivaya.